ഇനി ആ മരുന്ന് ലഭിക്കില്ല. ആ മരുന്നിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിരോധനം ഏർപ്പെടുത്തുന്ന മരുന്ന് കഴിക്കാതിരിക്കാനുള്ള മരുന്നാണ്. നിരോധിച്ച് കഴിഞ്ഞിട്ടും ഇത് അനധികൃതമായി ലഭിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വേറെയുണ്ട്. എന്തായാലും ഈ മരുന്ന് ഇനി നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയത്. ജനപ്രിയ വേദന സംഹാരിയാണ്. ഇത് കേൾക്കുമ്പോൾ പാരസിറ്റമോൾ ആണ് എന്നൊക്കെ തോന്നും, പക്ഷേ പാരസിറ്റമോൾ അല്ല. വേദന സംഹാരിയായിട്ടുള്ള നിമൈസുലൈഡ് എന്ന മരുന്നിനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത്. ഇനി എന്തിനാണ് നിരോധനം ഏർപ്പെടുത്തിയെന്നല്ലേ? കാരണമുണ്ട്. 100 മില്ലിഗ്രാമിൽ കൂടുതൽ വീര്യമുള്ള നിമൈസുലൈഡ് മരുന്നിനാണ് ഇപ്പോൾ നിരോധനം വന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഈ തീരുമാനമെടുത്തത്. ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡുമായി കൂടിയാലോചിച്ച ശേഷമാണ് ആരോഗ്യ മന്ത്രാലയം ഈ തീരുമാനമെടുത്തത്. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ സെക്ഷൻ 26A പ്രകാരമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമൈസുലൈഡിന്റെ ഉപയോഗം മാരകമാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. വേദന ഒഴിവാക്കാൻ വിപണിയിൽ നിരവധി സുരക്ഷിതമായിട്ടുള്ള ബദലുകൾ ലഭ്യമാണ്. നിമൈസുലൈഡ് ഒരു നോൺ സ്റ്റിറോയിഡിക്കൽ മരുന്നാണ്. 2011 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നിമൈസുലൈഡിന്റെ ഉപയോഗം ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഫിൻലാൻഡ്, സ്പെയിന്, അയർലൻഡ്, ബെൽജിയം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് 2007 തന്നെ ഇത് നിരോധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കാനഡ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ, UK എന്നിവയും നിമൈസുലൈഡിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ഈ മരുന്നിന്റെ സുരക്ഷാ പ്രൊഫൈലിന്റെ പേരിൽ വളരെ കാലമായി നിയന്ത്രണം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇതിന് പ്രതികൂല ഫലങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കരളിലാണ് ഇത് കൂടുതൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ അവശ്യ മരുന്നുകളുടെ മാതൃകാ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി രാജ്യങ്ങളിലെ നിയന്ത്രണ അധികാരികളും ഈ മരുന്ന് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മരുന്നിന്റെ മറ്റൊരു പ്രത്യേകത. വ്യാപകമായി ഉപയോഗിക്കുന്ന പാരസിറ്റമോളും ഐബുപ്രൊഫെനും പകരം ഉപയോഗിക്കാമെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു. ശുപാർശ ചെയ്യുന്ന അളവിൽ അവ കഴിക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ തെളിവുകൾ പ്രകാരം അവയുടെ സുരക്ഷാ റെക്കോർഡും നല്ലതാണ്. നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്ന് പുതിയ സർക്കാർ ഉത്തരവ് വ്യക്തമാക്കി. ഇത് രാജ്യമെമ്പാടും ഒരുപോലെ തന്നെ ബാധകമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.